ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തു പോകുന്ന കുട്ടികളാണ്. യെസ്. ഇപ്പം അതാ പ്രശ്നം. മൈഗ്രേഷൻ ചെയ്യുന്നവരൊക്കെ എന്തോ ഭയങ്കര തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നാടിനോട് സ്നേഹമില്ലാത്തവരാണ്. അങ്ങനെ അവർക്ക് എന്താ ചെയ്യണ്ടേ? നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരവസ്ഥയില്ല. നാട്ടിൽ പോയാൽ അതിനേക്കാളും കൂടിയ ദാരിദ്ര്യത്തിലുള്ളവരുണ്ട്. ഈ കോഴ്സസിനെ കുറിച്ചുള്ള അവയർനെസ് അല്ല അവർക്ക് വേണ്ടത്. വാട്ട് വുഡ് ബി ദ ലൈഫ് ലൈക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് അറിയണം അവർക്ക്. വെൽക്കം ടു ഫൈൻഡിങ് ഇക്കിഗായ്. ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് അശ്വിൻ, ഞാൻ വിചാരിക്കുന്നത് നമുക്ക് ഈ മൈഗ്രേറ്റിംഗ് കിഡ്സ് ആൻഡ് ലോൺലി പാരൻസ് അതിനെക്കുറിച്ച് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യണം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ ഈ പരിചയത്തിലുള്ള ഏത് ഫാമിലി എടുത്താലും അവിടെ ഒരു കുട്ടിയെങ്കിലും സ്റ്റഡി അബ്രോഡ് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജോലിയായിട്ട് തന്നെ പോയിട്ടുണ്ടാവും, PR കിട്ടാൻ വേണ്ടി പോയി അവിടെ സെറ്റിലായി. നമ്മുടെ ചുറ്റുപ്രദേശത്ത് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നെയ്ബർഹുഡിൽ തന്നെ എല്ലാ വീട്ടിലും അച്ഛനും അമ്മയും ഒറ്റയ്ക്ക്, മക്കളൊക്കെ പുറത്ത്, അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ കുട്ടികൾ അവിടെ പോയിട്ട് ശരിക്കും പറഞ്ഞാൽ നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. പലരും ഹോം ടൗണിലേക്ക് തിരിച്ചു വരുന്ന ഒരു റിവേഴ്സ് ഇപ്പം നടക്കുന്നുണ്ട്. പലരും തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്ന ഒരു ഫ്രണ്ടിനെ എനിക്കറിയാം. അപ്പോൾ അവരവിടെ പോയിട്ട് നല്ലോണം കഷ്ടപ്പെടുന്നുണ്ട്. പഠിക്കുന്നതിനിടയിൽ ജോലി ചെയ്യണം. അത് ഈ പറഞ്ഞ പോലെ പാർട്ട് ടൈം ജോബ് ചെയ്തിട്ട് ആ പൈസ കൊണ്ട് പാത്രം കഴുകുന്നത്, ഓൾഡ് ഏജ് ഹോമിൽ ജോലി ചെയ്യുന്നത്, അങ്ങനെ കഷ്ടപ്പെട്ട് സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുന്നത്, അങ്ങനെ അവർ പൈസ ഉണ്ടാക്കി പഠിച്ച് അതിൻ്റെ ദിനചര്യയിലുള്ള പൈസയൊക്കെ അതിന് വേണ്ടി കണ്ടെത്തി അങ്ങനെ കഷ്ടപ്പെടുന്നു. അത് കഴിഞ്ഞിട്ട് ഈ PR തന്നെ 1 ഇയറൊക്കെയാണ് സ്റ്റേ ബാക്ക് അവർക്ക് കിട്ടുന്നത്. അതിൽ ജോലി കിട്ടാണ്ട് നാട്ടിൽ വന്നിട്ട് നാട്ടുകാർ മൊത്തം കൂടെ ഒന്ന് ആക്രമിക്കുക. പഠിക്കാൻ പോയിട്ട് ജോലി ആയില്ലേ? അപ്പോൾ അത് ജോലി ആവാത്തതിൻ്റെ സ്ട്രെസ് ഉണ്ട്, ആങ്സൈറ്റി ഉണ്ട്. നാട്ടുകാരെന്ത് വിചാരിക്കും? ഇനി അവിടെ പോയിട്ട് തന്നെ അവർ ഫാമിലീനെ വിട്ടു നിൽക്കുന്ന ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. ഇതവിടെ ഉണ്ട്, ഇതൊരു സൈഡാണ്. പക്ഷെ എന്നാലും ഞാൻ പറയാൻ വിചാരിക്കുന്നത് ഈ പേരൻസിൻ്റെ ഒരു അവസ്ഥയാണ്. ഡെയിലി ടാസ്കിന് പോലും ഹെൽപ്പിന് ഒരാളില്ലാത്ത ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് മക്കൾ പറയുമ്പോൾ വിദേശത്താണ്, ഈവൻ ജോലി കിട്ടി സെറ്റിലായിട്ടുള്ള മക്കളുണ്ടാവും. പക്ഷെ നാട്ടിൽ അവർക്ക് ഒരു കാര്യം ചെയ്യാൻ ചിലപ്പോൾ അപ്പുറത്തെ വീട്ടിലെ മോനെ പോയിട്ട് വിളിക്കണം, മോൻ ഇതൊന്ന് ഹോസ്പിറ്റലിൽ പോകാനായിട്ടാണ്, അല്ലെങ്കിൽ ഒന്ന് കടയിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുമോ, ഒരു ഓട്ടോ വിളിച്ച് തരുമോ, അങ്ങനെ ഡെയിലി ടാസ്കിന് പോലും, അല്ലെങ്കിൽ അവർക്കൊരു അസുഖം വന്നാൽ എവിടെ പോകണം, എന്ത് ചെയ്യണമെന്ന് പോലും അറിയാത്ത പേരൻസ് ഇന്ന് കേരളത്തിൽ ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കേണ്ടതെന്ന് അശ്വിൻ പറഞ്ഞു? സത്യം പറഞ്ഞ രണ്ട് ഭാഗവും നമ്മൾ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പുറത്തു പോകുന്ന കുട്ടികളാണ് അല്ലേ. കാരണം അച്ഛനമ്മമാരെ ഒറ്റക്കിട്ടിട്ട് പോകുന്നു, അല്ലെങ്കിൽ വയസ്സാകുമ്പോൾ അവർക്ക് ആരാ ഉള്ളത്, നിങ്ങൾ അവിടുന്ന് ഒരു ഫ്ലൈറ്റ് പിടിച്ച് വരണമെങ്കിൽ എത്ര സമയം എടുക്കും അപ്പോൾ അങ്ങനത്തെ. കാരണം അത് റിയാലിറ്റിയിൽ അങ്ങനത്തെ ഒരുപാട് ഇൻസിഡൻസ് ഉണ്ടാവുന്നുണ്ട്. മക്കൾ വിദേശത്താവുന്നു, അപ്പം അച്ഛനും അമ്മയ്ക്കും എന്തെങ്കിലും ഒരു അസുഖം വന്നു, അവർ ചിലപ്പോൾ പെട്ടെന്ന് മരിച്ചു, ഒരു അറ്റാക്ക് വന്നു, മരിച്ചുപോയി. പിന്നെ ഇവർ വരുന്നത് വരെ ബോഡി ഈ ഫ്രീസറിൽ വെക്കുന്ന ഒരു ഏർപ്പാട് പലയിടത്തും ഉണ്ട്. അപ്പം അതിലിപ്പോൾ ആരെ കുറ്റപ്പെടുത്താൻ പറ്റുക എന്നുള്ളതാണ് സത്യം പറഞ്ഞ ഇതിലെ കൺഫ്യൂഷൻ. അതായത് ഇവരെ ഈ സങ്കടമൊക്കെ മനസ്സിലടക്കി പറഞ്ഞു വിടുന്ന അച്ഛനമ്മമാരാണോ കുറ്റക്കാർ, അതോ ഇവർ പോകുന്നതിനെ ഇത്രയും വിമർശിച്ച് ഞങ്ങളെ വിട്ടിട്ട് അവരൊക്കെ പോവുക, എല്ലാവരും പുറത്തു പോകുക എന്ന് പറഞ്ഞിട്ട് പാരൻസ് വിമർശിക്കുന്നുണ്ട്, അങ്ങനെ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ? അതോ ഇത് ഇട്ടെറിഞ്ഞ് പോകുന്നു എന്ന് പറയുന്ന കുട്ടികളാണോ കുറ്റക്കാർ? അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. സത്യം, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്ക് നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഇതിൽ എവിടെയാണ് ശരി തെറ്റ്, ഒരു പാരഡോക്സിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ആക്ച്വലി നമുക്ക് ഒട്ടും പറയാൻ പറ്റില്ല കേട്ടോ. അത് പറയുന്നത് ഒരു അപരാധമായി പോകും. കാരണം രണ്ടുപേരും ആക്ച്വലി ദേ ഡിമാൻഡ് റെസ്പെക്ട്. ഇപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് നമുക്ക് അത് ആദ്യം നോക്കാം. ഇപ്പോൾ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളെ സംബന്ധിച്ചിട്ട് പല കാറ്റഗറിയിലുണ്ട്. ഒരുപാട് ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ട് ഈ കോഴ്സ് ഇവിടെ ചെയ്യണം. ഇപ്പോൾ ഹാർവാർഡ് യൂണിവേഴ്സിറ്റി, അപ്പോൾ അതിനെക്കുറിച്ച് കുട്ടിക്കാലം മുതലേ കേട്ട് ഇന്ന കാര്യത്തിന് ആ യൂണിവേഴ്സിറ്റി അടിപൊളിയാണ്, എൻ്റെ ഡ്രീമാണ്, ഒരു സബ്ജക്റ്റ് എങ്കിൽ ഒരു സബ്ജക്റ്റ് എനിക്ക് അവിടെ പോയി ഒരു കോഴ്സ് ചെയ്യണം. അപ്പോൾ അത്രയും പാഷനേറ്റ് ആയിട്ട് അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല സത്യം പറഞ്ഞാൽ. കാരണം ഇവിടുത്തെ ക്വാളിറ്റി മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ ഇവിടെ കോളേജുകളില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല, അവരുടെ ഒരു എയിമാണത്. ഇപ്പോൾ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ആക്ടിങ് പഠിക്കണം എന്നുള്ളത് എൻ്റെ എയിമാണ്. എൻ്റെ നാട്ടിലിപ്പം സ്കൂൾ ഓഫ് ഡ്രാമ ഉണ്ട്, അല്ലെങ്കിൽ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതില്ലാണ്ടല്ല. കോട്ടയത്താണെങ്കിൽ KR നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. പക്ഷെ അതല്ല, അത് ഒരാളുടെ അയാൾക്കൊരു വിഷൻ ഉണ്ട് എന്ന് പറയുന്നത്, അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല. റൈറ്റ്. പിന്നെ അടുത്തൊരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡിലാണ്. ഇവർ എല്ലാത്തിൻ്റെ മിഡിൽ കിടക്കുന്ന ആൾക്കാരാണ്. അതായത് കുറേ പേരിങ്ങനെ പോകുന്നത് കണ്ടിട്ടും പിന്നെ ഈ റീൽസിലും അതിലൊക്കെ കണ്ടിട്ടും ഒരാഗ്രഹം, ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടൊന്നുമല്ല, എനിക്ക് അയർലൻഡിൽ പോയി പഠിക്കണം, ഫ്രണ്ട്സ് ഒക്കെ പോകണം. അതെന്താടാ നിനക്ക്, അതെന്താ അവിടെ നീ ഏതെങ്കിലും കോഴ്സ് ചൂസ് ചെയ്തിട്ടുണ്ടോ? അത് ഞാനിപ്പോൾ BCom അല്ലേ പഠിക്കണേ, MCom ഉണ്ടാവും അവിടെ, അല്ലെങ്കിൽ കൊമേഴ്സ് എന്തെങ്കിലും ഉണ്ടാവും, ഞാൻ പോവാം എന്നുള്ളൊരു സംഭവം. അതായത് ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമല്ല. അല്ല, എന്ത് കോഴ്സ് പഠിച്ചിട്ടാണെങ്കിലും അവിടെ എത്തിയാൽ മതി പഠിച്ചു എന്ന് പറയണം, അല്ലെങ്കിൽ UK പഠിച്ചു എന്ന് പറയണം എന്ന് പറയുന്ന ഒരു സംഗതി. ഏറ്റവും താഴെക്കടയിലുള്ളവർ ആക്ച്വലി
നാട്ടിലുള്ള കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കാരണം ഇത്തിരി പൈസ ഉണ്ടാക്കാൻ വേണ്ടി, കടം തീർക്കാൻ വേണ്ടി അച്ഛനമ്മമാരെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ പോകുന്ന ആൾക്കാരുണ്ട്. ആക്ച്വലി ഇതിൽ ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഈ മൂന്നാമത്തെ കാറ്റഗറിയാണ്. അതെ, കാരണം മറ്റവർ ആ പാഷൻ കാരണമെങ്കിലും അവരെങ്ങനെയെങ്കിലും പല രീതിയിൽ സർവൈവൽ ഇൻസ്റ്റിങ്സ് അവർക്ക് ഉണ്ടാവും. മൂന്നാമത്തെ കാറ്റഗറിയിൽ ആക്ച്വലി ദേ ഡോണ്ട് നോ ഹൗ ടു ഈവൻ ഡീൽ വിത്ത് ദ ലീസ്റ്റ് സിറ്റുവേഷൻ. സത്യം. ഇവിടുന്ന് തന്നെ അവരുടെ അച്ഛനമ്മമാരും അതിൻ്റെ കൂടെ നിൽക്കും. അയ്യോ മക്കൾ നമുക്ക് വേണ്ടി ഇത്രയും വലിയൊരു കാര്യം ചെയ്യുമ്പോൾ അപ്പോൾ ഓൾറെഡി ഉള്ള കടങ്ങളുടെ മീതെ അവർക്ക് വേണ്ടിയിട്ടൊരു 15 ലക്ഷം ലോണൊക്കെ അല്ലെങ്കിൽ വീട് പണയം വെക്കുന്നു, അല്ലെങ്കിൽ വീട് വിൽക്കുന്നു, അങ്ങനെയൊക്കെ പോയവരുണ്ട് എനിക്കറിയുന്നവർ. അല്ല, അങ്ങനെ പോയിട്ട് സ്റ്റേ ബാക്കിൽ ജോലി കിട്ടാതെയൊക്കെ തിരിച്ചു വരുന്ന ഒരു അവസ്ഥ തിരിച്ചു വരുന്നവരുണ്ട്. ചിലർ സ്ട്രാൻഡഡ് ആവുന്നുണ്ട്. അതെ അതെ, അതെത്ര കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും വാർത്തകളിൽ ഇടനേടാത്ത ഒരുപാട് കഥകളുണ്ട്. ഇപ്പോഴും അവരെവിടെയാണെന്നറിയാത്ത ആൾക്കാരുണ്ട്. ഈവൻ ഞാൻ പറയട്ടെ, ഒരു 30s ഉള്ള കുട്ടികൾ ഇവിടെയും അവിടെയൊക്കെ പഠിച്ചിട്ട് ദുബായിലേക്ക് വണ്ടി കയറുന്ന ആൾക്കാരുണ്ട്. അത് ഇത്രയും കമ്മ്യൂണിക്കേഷനും ടെക്നോളജീസൊക്കെ ഇത്രയും മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടും നമുക്ക് ഇവർ ഏത് ലേബർ ക്യാമ്പിലാണ് കിടക്കുന്നതെന്ന് പോലും അറിയാത്ത അവസ്ഥയിൽ പെടുന്ന അങ്ങനത്തെയും ആൾക്കാരുണ്ട്. യുഎനെ കുറിച്ച് പറഞ്ഞോണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അത് തന്നെ ഒരു ടോപ്പിക്കാണ്. എനിക്ക് ഭയങ്കര കാരണം ഞാൻ അവിടെ ഈ എസ്പെഷ്യലി മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്തതുകൊണ്ട് ഒരു 8 വർഷം ഞാൻ അവിടെ വർക്ക് ചെയ്തു. അപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഷാർജയിലൊക്കെ ഫ്ലാറ്റുകളിൽ 1 BHK ഫ്ലാറ്റിൽ 20-25 പേര് ജോലി അന്വേഷിച്ച് വന്നിട്ട് തട്ടിപ്പിനിരയായിട്ട് കേട്ടോ. അതാണ് ഏറ്റവും കഷ്ടം. നാട്ടിൽ നിന്ന് പൈസയൊക്കെ കൊടുത്തിട്ട് ജോലി തരാമെന്ന് ഏജൻറ്റുമാർ പറ്റിച്ച് എല്ലാവർക്കും ഒരു ഡ്രീമാണ്. ഇത് എന്തോ ഡ്രീം വേൾഡ് ആണെന്നാണ്, അങ്ങനെ ഒരു ലാൻഡാണ് ദുബായ് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ദുബായിന് വേറെ ഇഷ്ടംപോലെ വശങ്ങളുണ്ട്. അതൊന്നും കാണാതെ ഈ റീൽസിലും അതിലൊക്കെ കാണുന്നത് കണ്ടിട്ട് ഈ വരികയാണ്. എന്നിട്ട് ഈ തട്ടിപ്പിനിരയായിട്ട് ഏജൻറ്റുമാർ പറ്റിച്ചിട്ട് ഭക്ഷണം പോലും ഇല്ലാതെ അവിടുത്തെ പല കേരള സമാജം കമ്മ്യൂണിറ്റികൾ അസോസിയേഷൻസാണ് ഇവർക്ക് ഈ ഫുഡ് കൊടുക്കുന്നത്. നമ്മൾ അവരുടെ അടുത്ത് പോയിട്ട് സ്റ്റോറിയൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് എൻ്റെ ദൈവമേ എന്താ ഇത് എന്ന് നമുക്ക് തോന്നും. അല്ലെങ്കിൽ എത്ര പേര് എവിടെയൊക്കെ ഇതുപോലെ കുടുങ്ങിക്കെടുക്കുന്നുണ്ടാവും നമുക്കറിയില്ല. ഇവരുടെ സംഖ്യ 15-20 ആയതുകൊണ്ട് പുറത്തേക്ക് അറിയുന്നു. അതല്ലാതെ 1-2 ഒക്കെ ആയിട്ട് ഇതുപോലെ പെട്ടുപോകുന്ന ഇഷ്ടംപോലെ പേരുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുണ്ട്. ഈ പഞ്ചാബി എന്നൊക്കെ പോകുന്ന UK പോകുന്ന അല്ലെങ്കിൽ നോർത്ത് അവിടുത്തെ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ പോകുന്നവർ, ഈവൻ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നവർക്ക് കുറച്ച് അവെയർനെസ് ഉണ്ട് ഇതെങ്ങനെയാണ് പോകണേന്നെങ്കിലും, ലൈക്ക് അവിടെ പോയ എന്താ അവസ്ഥ എന്നൊക്കെ. അവിടെ നിന്ന് നോർത്തിലൊക്കെ വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ അവിടെ പെട്ടുപോവാണ്, സ്ട്രീറ്റിലിരിക്കുന്ന അവസ്ഥയുണ്ട്. അവർക്ക് എന്താ ചെയ്യണ്ടേ? നാട്ടിലേക്ക് തിരിച്ചു പോകാനൊരവസ്ഥയില്ല. നാട്ടിൽ പോയാൽ അതിനേക്കാളും കൂടിയ ദാരിദ്ര്യത്തിലുള്ളവരുണ്ട്. ഈ പറഞ്ഞ പോലെ ഇതിന് എക്സ്ട്രീം ആയിട്ടുള്ള പല വേർഷൻസ് ഉണ്ട്. ഇനി ഇതിൽ തന്നെ പേരൻസ് നിർബന്ധിച്ച് വിടുന്നുണ്ട്. അതായത് അവർക്കൊരു റെപ്യൂട്ടേഷനാണ്, സ്റ്റാറ്റസ്. എൻ്റെ മോൻ ഇപ്പോൾ ഈ അടുത്ത് കണ്ട ഒരു സിനിമയിൽ ജാൻവി കപൂറിൻ്റെ ഒരു സിനിമയുണ്ടല്ലോ, തുളസി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്തിട്ട്, സണ്ണി കി പ്യാരി തുളസി എന്ന് അങ്ങനെ എന്തോ ഒരു ക്യാരക്ടർ. അതിൽ ആ മോൾക്ക് താല്പര്യമില്ല പുറത്ത് പോയി പഠിക്കാനായിട്ട്. പക്ഷേ പേരൻസ് പറയുന്നത് നമുക്ക് കല്യാണം കഴിക്കുന്ന സമയത്ത് സ്റ്റാറ്റസിൽ വെക്കാമല്ലോ, UK പഠിച്ചേ അല്ലെങ്കിൽ അമേരിക്കയിലാണ് പഠിച്ചേന്ന് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഇത് കിട്ടില്ലേ, നല്ലൊരു പ്രൊഫൈല് കിട്ടും, മാട്രിമോണിയിൽ നമുക്ക് നല്ല പ്രൊഫൈല് ഇടാനായിട്ട് പറ്റും. അങ്ങനെ സ്റ്റാറ്റസിൻ്റെ പുറത്ത് മക്കളെ നിർബന്ധിച്ച് പുറത്ത് വിടുന്ന പേരൻസും ഉണ്ട്. എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, അപ്പം നമ്മൾ ആദ്യം പറയേണ്ട അതായത് നമ്മൾ ക്ലാരിറ്റി വരുത്തേണ്ട ഒരു ഏരിയ എന്താണെന്ന് വെച്ചാൽ, മൈഗ്രേഷൻ ആസ് സച്ച് അത് ക്രിട്ടിക്കലായിട്ട് നമ്മൾ കാണേണ്ടതില്ല. ഇപ്പം അതാ പ്രശ്നം. മൈഗ്രേഷൻ ചെയ്യുന്നവരൊക്കെ എന്തോ ഭയങ്കര തെറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്, നാടിനോട് സ്നേഹമില്ലാത്തവരാണ്. അങ്ങനെയൊന്നുമല്ല. പലരും നാടിനെ, ഇപ്പം ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഈ പച്ചപ്പും ഹരിതാപയും തൃശ്ശൂർ പൂരവും ഒക്കെയാണ്. എനിക്ക് ഇവിടുന്ന് അങ്ങനെ പറിച്ചു നടുന്നൊരു അവസ്ഥ എനിക്ക് പറ്റില്ല. ഇൻഫാക്റ്റ് ഒരു സ്ഥലത്ത് പെണ്ണ് കാണാൻ പോയിട്ട് സംഭവിച്ചത് അതാണ്. പുള്ളിക്കാരി ന്യൂസിലൻഡിൽ സെറ്റിൽ ആവണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ന്യൂസിലൻഡിൽ വേണമെങ്കിൽ 3 കൊല്ലം നിന്റെ ആഗ്രഹം തീർക്കാൻ വേണ്ടി നമുക്ക് പോയി നിൽക്കാം, പക്ഷെ എനിക്ക് സെറ്റിൽ ആവണത് അത്ര അതും 3 മാസമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷെ സത്യം പറഞ്ഞാൽ ആ 3 മാസം എൻ്റെ അനുഭവം ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു. അതെനിക്ക് അവിടെ കിട്ടിയ സ്റ്റേയും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എല്ലാരും പോയിട്ട് സുഖജീവിതമല്ല, UAE മാത്രമല്ല പറയണേ. അപ്പോൾ മൈഗ്രേഷൻ പെയിൻഫുൾ ആവുന്നത് എവിടെയാന്ന് വെച്ചാൽ, അതാ ഞാൻ പറഞ്ഞേ, നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒരു വലിയ പ്രതിയാണ് ഇതിൽ. കാരണം ഇതിലൂടെ കൊടുക്കുന്ന റീൽസ്, ഇപ്പം ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ റീൽസ് നമ്മൾ കാണുമല്ലോ. ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ചില റീൽസ് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിൻ്റെ റീല് കണ്ടിട്ട് നമ്മളവിടെ പോയാൽ ചിലപ്പോൾ ഒരു മൊട്ടക്കുന്നായിരിക്കും. മനസ്സിലായോ? ആ മുട്ടക്കുന്നിൻ്റെ ഒരു ആംഗിളിൽ വെച്ച് ഫോട്ടോയോ വീഡിയോയോ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും. അതിൻ്റെ അപ്പുറത്ത് മുഴുവനും മറ്റേ അഴുക്ക് ചാലും അതും ഇതും ഒക്കെ ഉണ്ടാവും. ചിലപ്പോൾ നല്ലൊരു സ്റ്റേ കിട്ടില്ല. സീരിയസ്ലി. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ഒരുപാട്
ആൾക്കാർ റീല് ചെയ്യുന്നുണ്ട്. അതെല്ലാവരും പറയാൻ പറ്റില്ല, കാരണം ഇപ്പം നീ അതിനെക്കുറിച്ചൊക്കെ റീൽസ് ചെയ്യുന്ന ഒരാളാണ്, ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചൊക്കെ. പക്ഷെ അതിലും നിനക്ക് അനുഭവം ഉണ്ടാവും, കുറേ റീൽസ് ഭയങ്കര ഫേക്ക് ആയിട്ടുള്ള റീൽസ് ഉണ്ട്. ഈവൻ ആക്ച്വലി ഞാൻ എൻ്റെ ഒരു ക്ലയൻറ്റിൻ്റെ പേര് പറയുന്നില്ല, ക്ലയൻറ്റിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് എനിക്ക് പേഴ്സണലി ഒരു സ്റ്റുഡൻറ്റ് മെസ്സേജ് അയച്ചതാണ്. ചേച്ചി ആ വീഡിയോയിൽ പറയുന്ന പോലെ അല്ല ആക്ച്വലി കാര്യങ്ങൾ, അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ എക്സ്പീരിയൻസ് പറഞ്ഞത് കേട്ടപ്പോൾ ഞാൻ ഈ റീല് ഡിലീറ്റ് ചെയ്യണോ അതോ ക്ലയൻറ്റിനോട് അത് സംസാരിക്കണോ, ആകെ ഒരു കൺഫ്യൂഷനായിപ്പോയി. കാരണം നമ്മൾ ആൾക്കാർ വിശ്വസിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ റീൽസ്, ഞാൻ എൻ്റെ ചെയ്യണത് കേട്ടോ, എല്ലാവരും ചെയ്യണതല്ല പറയണത്. നമ്മൾ വെറുതെ പൈസ വാങ്ങിച്ചിട്ട് റീൽ ചെയ്യുന്നതിനേക്കാളും നമ്മളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളതൊരു മിസ്ലീഡ് ചെയ്തിട്ട് അവസാനം ആ കുട്ടി എൻ്റെ റീല് കണ്ടിട്ട് അവിടെ പോയി പഠിച്ചിട്ട് അവസാനം അവിടെ അസിസ്റ്റ് ചെയ്യാൻ ആരും റീലിൽ പറയുന്നത് അസിസ്റ്റ് ചെയ്യാൻ അവിടെ എല്ലാവരും ഉണ്ട് എന്നാണ്. അവിടെ പോകുമ്പോൾ ആരും ഇല്ലാത്ത അവസ്ഥയാണ്. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് സ്റ്റക്കായി പോകുന്ന കുട്ടികളുണ്ട്. ഈ +2 വരെയൊക്കെ സ്വന്തം വീട്ടിൽ നിന്നിട്ട് +2 കഴിഞ്ഞ് പുതിയൊരു ലോകത്തിലേക്ക് പെട്ടെന്ന് പോകുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ഇഷ്ടംപോലെ കുട്ടികളുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെയാണ്, അവർ ചിലപ്പോൾ റീല് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ, അവർക്ക് എന്താ ചെയ്യേണ്ടേ. അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ആദ്യം വേണ്ടത്, കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പെർസ്പെക്റ്റീവ് ആണ്. ഒരു 10ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും വൈ ഡു യു നീഡ് ടു ഡു ദിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവർക്ക് ഉത്തരം വേണം. അത് മാത്രമല്ല, ശരിക്കും അവിടെ പോയി കഴിഞ്ഞാൽ അഡാപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി. അപ്പോൾ ഈ കോഴ്സസിനെ കുറിച്ചുള്ള അവയർനെസ് അല്ല അവർക്ക് വേണ്ടത്, വാട്ട് വുഡ് ബി ദ ലൈഫ് ലൈക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് അറിയണം അവർക്ക്. അപ്പോൾ അതിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പോകണം, അല്ലെങ്കിൽ ഡോണ്ട് ഡു ദാറ്റ് എന്നുള്ളൊരു കാര്യം കുട്ടികൾ മനസ്സിലാക്കണം. അത് ഒന്നാമത്തെ കാര്യം, ഒരു അവയർനെസ് കിട്ടണം കോഴ്സസിനെ കുറിച്ചല്ല, ഈ പറയുന്ന അവിടുത്തെ ലൈഫിനെ കുറിച്ചും അവിടുത്തെ പ്രശ്നങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും ഒക്കെ. ഇപ്പോൾ ഈവൻ കാനഡയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, അവിടുത്തെ ഈ മെഡിക്കൽ സിസ്റ്റം, ലൈക്ക് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു സ്റ്റൊമക് പെയിൻ ഉണ്ടെങ്കിൽ അതിൻ്റെ എക്സ്റേ എടുക്കുന്നത് 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ബുക്കിംഗ് കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് അവിടെ പോകുമ്പോഴേക്കും അവിടുത്തെ ലൈഫ് അറിയണം. അപ്പോൾ നമുക്ക് അതാണ്. പിന്നെ നിയമങ്ങൾ മാറുന്നത് എവിടെയാണ് കുട്ടികൾ അറിയുന്നത്? കുട്ടികൾ അറിയുന്നില്ല. ഓരോ വർഷത്തിലും കുറേ ഈ ഇൻടേക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും PR-ൻ്റെ കാര്യത്തിലാണെങ്കിലൊക്കെ നിയമങ്ങൾ മാറുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും വാർത്തകളിൽ പോലും ഒരു സംഗതി വരുന്നില്ല. ബാക്കിയുള്ള പലതിനെക്കുറിച്ചും വരുന്നുണ്ട്, സോഷ്യൽ മീഡിയയിൽ അത്ര പോലും വരുന്നില്ല. പിന്നെ ഇതിനെക്കുറിച്ച് അവയർനെസ് കൊടുക്കാനാണെന്ന് പറഞ്ഞ് ആധികാരികമാണെന്ന് പ്രിറ്റൻഡ് ചെയ്തിട്ട് കുറേ പ്രൊഫൈൽസ് ഉണ്ട് ഇപ്പോൾ. അത് ഭയങ്കര ഫേക്കാണ്. ഓസ്ട്രേലിയയിലൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല മക്കളെ ഇവിടെ മറ്റേ എന്താ വിസയും പാസ്പോർട്ടൊക്കെ 4 ദിവസത്തിനുള്ളിൽ കിട്ടും, ഈ സ്ഥലം ഒരു സ്വർഗ്ഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റീൽസ് ഉണ്ട്. അപ്പോൾ അത് അതിന്റെ ഒരു ഫാക്ട് ചെക്ക് ചെയ്യണം, അത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്ത് കൊടുക്കണം. അതെനിക്ക് തോന്നുന്നു റീൽസ് കാണാതെ അല്ലെങ്കിൽ ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസർ പറയുന്നത് കേൾക്കാതെ അവിടെ കൃത്യമായിട്ട് പോയിട്ടുള്ള ആരെങ്കിലും വേണം. അതെ. ഇനിയിപ്പോൾ ഇത് പറയുമ്പോൾ കൂടെ ഇപ്പോൾ നമ്മൾ പറയുമല്ലോ എല്ലാത്തിനും 2 സൈഡുണ്ട്, ഒരു കോയിന് 2 സൈഡുണ്ടെന്ന് പറയുന്ന പോലെ മൈഗ്രേറ്റ് ചെയ്ത് വെൽ സെറ്റിൽഡ് ആയിട്ട് ജീവിക്കുന്ന കുറേ പേരുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പം എൻ്റെ ജസ്റ്റ് നെയ്ബർ, അവർ ഇപ്പം UK-ലാണ്. അപ്പോൾ അച്ഛനും അമ്മയും, അമ്മ ആദ്യം നേഴ്സായിരുന്നു, അപ്പോൾ പിന്നെ ഹസ്ബൻഡിനും അതേപോലെ അവിടേക്ക് പോയി, അങ്ങനെ അവർ മൈഗ്രേറ്റ് ചെയ്തു. മക്കൾ 2 ആൺമക്കൾ, ഇപ്പോൾ അവരെല്ലാവരും അവിടെ സെറ്റിൽ ചെയ്തു. അതുപോലെ ഇപ്പോൾ എൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന കൊളീഗ്, പുള്ളിക്കാരൻ്റെ ചേട്ടനും ചേച്ചിയും അവർ മാരീഡായിട്ട് ഓസ്ട്രേലിയയിൽ പോയി, ഇപ്പോൾ അവരവിടെ സ്വന്തമായിട്ട് വീട് വെച്ചു. അതെ. അപ്പം അങ്ങനെയുള്ളൊരു അതാ ഞാൻ പറഞ്ഞത്, ഇത് മൈഗ്രേഷൻ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ക്രിട്ടിക്കലി കാണണ്ട. പിന്നെ വേറൊരു ഭയങ്കര അതിനെ നെഗറ്റീവായിട്ടല്ല ശരിക്കും പറയുന്നത്, അതിലുള്ള സാധ്യതകളും അതിൽ ഒളിഞ്ഞിരിക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് പോവുക എന്നുള്ളത്. ഇതിലൊരു പെയിൻ വരുന്നത് എന്തുകൊണ്ടാന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. അപ്പം സ്വാഭാവികം അതെന്താന്നുള്ളത് നമ്മളിങ്ങനെ അസസ് ചെയ്യണമല്ലോ. അപ്പം അതിലിതാണ്, അവിടെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. സോ മൈഗ്രേറ്റ് ചെയ്യുന്നതല്ല പ്രശ്നം, പക്ഷേ ഇതിൻ്റെ കുറച്ച് പ്രിമൈസസിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ പേരൻസിനെ കുറിച്ച് പറഞ്ഞിട്ടാണല്ലോ ടോപ്പിക്ക് തുടങ്ങിയത്. അതെ. അപ്പോൾ പേരൻസിന് ഉണ്ടാവുന്ന ഈ അവസ്ഥ റെക്കഗ്നൈസ് ചെയ്യുന്ന കുട്ടികൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ പഠിക്കാൻ പോണത് ഓക്കെ, ആ സമയത്ത് പേരൻസ് അത്ര ഏജ്ഡ് ആയിരിക്കില്ല. പക്ഷേ ഓൾമോസ്റ്റ് ഇപ്പോൾ 35-ന് മുമ്പാണല്ലോ എല്ലാവരും ഈ പുറത്ത് പോകാൻ നോക്കുന്നത്. 35 കഴിഞ്ഞാൽ ഏജ് ഓവറായെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ 35 കഴിഞ്ഞിട്ട് പോകുന്ന പലരുടെ പേരൻസ് ചിലപ്പോൾ കുറച്ച് ഏജ്ഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ലോൺലിനെസ് വരുന്നത്. ആക്ച്വലി ഒരു വേർഡ് ഉണ്ട്, എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട്. അതായത് എംപ്റ്റി നെസ്റ്റ്, അതായത് ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, 3 കുട്ടികളുള്ള ഒരു ഫാമിലി, അവരത്രയും നല്ല സൂപ്പർ ഹാപ്പി ഫാമിലി ആയിട്ട് ഇങ്ങനെ മുന്നിലേക്ക് പോയിട്ടുണ്ടാവും. പക്ഷേ ആ 3 കുട്ടികളും ഏതെങ്കിലും സ്ഥലത്ത് പുറത്തേക്ക് പോയി, ചിലപ്പോൾ ഒരു ഗേൾ ആണെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോയി, 2 ബോയ്സ് ആണെങ്കിൽ അവർ പുറത്ത് പോയി സെറ്റിലായി, പെട്ടെന്ന് ആ വീട് ശൂന്യമായി, എംപ്റ്റി ആയി. അപ്പോൾ ആ സമയത്ത് പേരൻസ് അനുഭവിക്കുന്ന പലതരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട്. ഇമോഷണൽ ആയിക്കോട്ടെ, ഫിസിക്കലായിട്ടുള്ള നീഡ് അവർക്ക് ആവശ്യം വരും, മെൻ്റലായിട്ടുള്ള സപ്പോർട്ട് അവർക്ക് ആവശ്യം വരും. ആ സമയത്ത് ആ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം, ഇത് ഈ ഒരു
ടേം ഈ അവസ്ഥയിൽ മാത്രമല്ല, ഈവൻ ഡിവോഴ്സ് ആകുന്ന കപ്പിളിൽ കുട്ടികൾ അനുഭവിക്കുന്നതായിട്ടും ഞാൻ വായിച്ചിട്ടുണ്ട് ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം. ആ കുട്ടികൾക്ക് പെട്ടെന്ന് അച്ഛൻ വേറെ പോകണം, അമ്മ വേറെ പോകണം, ആ ഒരു എംപ്റ്റിനെസ് അവർ ഫീൽ ചെയ്യാണ്. അവർക്കത് പറയാനോ എങ്ങനെയാണ് പ്രകടിപ്പിക്കേണ്ടത്, അതിൽ നിന്ന് എങ്ങനെ ഓവർകം ചെയ്യണമെന്നൊന്നും ആ കുട്ടികൾക്ക് അറിയില്ല. അപ്പോൾ ഇതുപോലെ പേരൻസിനും അറിയാത്തൊരവസ്ഥയിൽ അവർ നിസ്സഹായരായിട്ട് നിന്ന് പോകുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എനിക്ക് തോന്നുന്നത് പേരൻസിന് മാത്രമല്ല, ചിലപ്പോൾ പോകുന്ന കുട്ടികൾക്കും ഉണ്ടാവും. സത്യം. ഇത് ഞാൻ പറയട്ടെ, ഇത് സൈക്കോളജിക്കൽ ആയിട്ടുള്ളൊരു ഇംബാലൻസിൻ്റെ ഒരു അവസ്ഥയല്ലേ ഇതൊക്കെ. അതും പഠിക്കപ്പെടേണ്ടതുണ്ട്, അതും സംസാരിക്കപ്പെടേണ്ടതുണ്ട്. അതാ ഇപ്പം നമ്മൾ വരുന്ന റീലുകളിലും അല്ലെങ്കിൽ വാർത്തകളിലും ഒക്കെ പറയുന്നത് ഈ മൈഗ്രേറ്റ് ചെയ്യുന്ന കുട്ടികളെക്കുറിച്ച്. ഇപ്പോൾ ഈവൻ സർക്കാർ പോലും വിമർശനം നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇവിടുത്തെ സർക്കാർ മോശമായിട്ടോ അല്ലെങ്കിൽ ഇവിടുത്തെ വേണ്ടത്ര ഇൻഫ്രാസ്ട്രക്ചർ ഇല്ലാത്തതുകൊണ്ടാണ്, അക്കാഡമിക്സ് മോശമായതുകൊണ്ടാണ് കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് വേറെ തന്നെ ഒരു ടോപ്പിക്കാണ്. നമ്മുടെ സർക്കാരിന് നല്ല സാലറി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു വെൽ മെഡിക്കൽ സിസ്റ്റമൊക്കെ പലരും പോകുന്നത് എഡ്യൂക്കേഷനും മെഡിക്കലൊക്കെ അവിടെ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് അങ്ങനെ അതൊരു ഏരിയ. അതുപോലെ തന്നെ ഇവിടുത്തെ എന്താ പറയുക, ഓപ്ഷൻസ് കുറവാണ്. ഇതിനെക്കാട്ടിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അക്കാഡമിക് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പോകുന്നു എന്നൊക്കെ. പക്ഷേ ഇതിൻ്റെ അപ്പുറത്തേക്കുള്ള ഇങ്ങനത്തെ ഈ ഒരു ആസ്പെക്റ്റ് പക്ഷേ ഒരിടത്തും ചർച്ച ചെയ്യുന്നില്ല. ഈവൻ സർക്കാർ പോലും അതിനെ ടേക്ക് കെയർ ചെയ്യുന്നില്ല എന്നേ ഞാൻ പറയുള്ളൂ. ഇപ്പോൾ ഇത്രയും കുട്ടികൾ പുറത്തേക്ക് പോകുന്നു, ബാക്കി എല്ലാ കാര്യങ്ങളിലും ഒരു സർക്കാരിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ കാണിക്കുന്ന സമയത്ത് ഈ എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം അനുഭവിക്കുന്ന പാരൻസിന് വേണ്ടിയിട്ട് എന്ത് പദ്ധതികളാണ് ഉള്ളത്? മേ ബി ഉണ്ടായിരിക്കാം, പക്ഷേ അത് എത്രത്തോളം ഹെൽത്തി ആണെങ്കിൽ അവരെക്കുറിച്ച് സംസാരങ്ങൾ നടക്കുന്നുണ്ടോ, സംവാദങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എല്ലാവരും അപ്പോൾ കുട്ടികളെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതാണ് ചെയ്യുന്നത്. സർക്കാരടക്കം നിങ്ങൾക്ക് പോവാതിരുന്നൂടെ? ഇത്ര നല്ല കോളേജുകളൊക്കെ നമ്മൾ കെട്ടിയിട്ടുള്ളത് എന്തിനാ? ഇത്രയും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് ഇവിടെ ഉണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് പുറത്ത് പോകുന്നത് എന്ന് ചോദിക്കുമ്പം അവർ അനുഭവിക്കുന്ന ഒരു പ്രഷറുണ്ട് ആദ്യം ആ കുട്ടികൾ. കാരണം അവരവരുടെ പാഷൻ്റെ പുറകെ പോകുന്നത്. എന്നിട്ട് അവർ ചിന്തിക്കുന്നത് എന്താ, ഇവിടുത്തെക്കാട്ടിലും കുറഞ്ഞ സമയം കൊണ്ട് ഒരു നല്ല ജോലിയിലേക്ക് എത്തിയിട്ട് ആ പൈസ കൊണ്ട് അച്ഛനെയും അമ്മയും നന്നായിട്ട് നോക്കണം എന്നാണ് അവർ ചിന്തിക്കുന്നത്. ഇവരെ മറന്നു പോകുന്നവരല്ല. ഇവിടുത്തെ വിമർശനം അതാ, അച്ഛനമ്മയെ മറന്നു പോകുന്നവരാ ഇവരൊക്കെ. അതൊന്നുമല്ല സത്യത്തിൽ. അങ്ങനെയല്ല. പോകുന്ന എല്ലാവർക്കും പേരൻസിനെ അങ്ങോട്ട് കൊണ്ടുപോകണം, അവിടെ സെറ്റിൽ ആവണം. കരയാതെ ഉറങ്ങാത്ത എത്ര പിള്ളേരുണ്ടാവും ഈ മൈഗ്രേറ്റ് ചെയ്തതിൽ. UK യിലും അവിടെയൊക്കെ പോയി കിടക്കുന്നതിൽ കരയാതെ ഉറങ്ങാത്ത പിള്ളേർ ഭയങ്കര കുറവാണ്. പലരും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കുറച്ചൊക്കെ അവരുടെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നുണ്ട്. അത് കണ്ടിട്ട് ശരിക്കും അവിടെ ഇതാണ് അവസ്ഥ എന്ന് കാണിക്കുന്ന പല ഇൻഫ്ലുവൻസേഴ്സ് പോലെയുള്ള അതുവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ഇതാണ് ശരിക്കും അവസ്ഥ എന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്, എംപ്റ്റി നെസ്റ്റ് സിൻഡ്രോം എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. പേരൻസും ഉണ്ട്, കുട്ടികളും ഉണ്ട്. വീണ്ടും നമ്മൾ പറയുകയാണ്, ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഈ സിൻഡ്രോമിനെ കുറിച്ച് നമുക്ക് അത്രത്തോളം അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിലെന്തൊക്കെയാണ് സിംറ്റംസ് വരുന്നത് അതിന് നമുക്കറിയില്ല. നമ്മൾ പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കിയിട്ട് പോവുക എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ ഡ്രീം ആയിരിക്കാം, നമുക്ക് അവിടെ പോയിട്ട് വെൽ സെറ്റിൽ ആവാൻ പറ്റും. അങ്ങനെ പറ്റി ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമുക്ക് പേരൻസിനെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടിട്ടുണ്ട് റീൽസിലൊക്കെ, ഗോവയിലും ബാംഗ്ലൂരൊക്കെ ഒറ്റയായി പോകുന്ന പേരൻസിന് വേണ്ടി മാത്രം വലിയ വലിയ ലക്ഷറി വില്ലകൾ ഇപ്പോൾ പണിതിട്ടുണ്ട്. അതായത് അവിടെ പോയിട്ട് താമസിക്കാം. അവിടെ ജിം ഉണ്ടാവും, മെഡിക്കൽ കെയർ ഉണ്ടാവും, ഫുൾ എക്യുപ്മെൻറ്റ്സ് എന്ന് പറയാൻ പാടില്ല. എനിക്ക് തോന്നുന്നു എക്യുപ്മെൻറ്റ്സിൻ്റെ പ്ലൂറൽ എക്യുപ്മെൻറ്റ് തന്നെയാണ്. അത് പലരും തെറ്റി പറയും. എല്ലായിടത്തും കണ്ടിട്ടുണ്ട് എക്യുപ്മെൻറ്റ്സ്, പക്ഷേ ആക്ച്വലി എക്യുപ്മെൻ്റ് ആണ്. അതെ, എക്യുപ്മെൻറ്റിൻ്റെ പ്ലൂറൽ എക്യുപ്മെൻറ്റ് തന്നെയാണ്. അപ്പോൾ അത്രയും എക്യുപ്പൈഡ് ആയിട്ടുള്ള ഒരു ഇത് കൊടുത്തിട്ട് ഈ പേരൻസ് അവിടെ താമസിക്കുക. അപ്പോൾ 50 വയസ്സിന് മുകളിലുള്ളവർക്ക് മാത്രമേ ആ ലക്ഷറി ഫ്ലാറ്റിൽ താമസിക്കാനും പറ്റുള്ളൂ. ഫുഡ് ഉണ്ടാക്കേണ്ട, റൂം സർവീസ് വേണ്ട, എല്ലാം അവർ തന്നെ ചെയ്തു കൊടുക്കും. അതൊക്കെ ഇപ്പോൾ നോർമലൈസായി ഇവിടെ ഇന്ത്യയിൽ. മറ്റേത് ജർമ്മനിയിലൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മളിങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇന്ത്യയിൽ അതൊക്കെ വന്നത് എന്തുകൊണ്ട് വന്നു എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികൾ ഇത് വളരെ റിലേറ്റബിൾ ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. അത് 2 കാര്യങ്ങൾ ഞാൻ പറയാം കേട്ടോ. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഭയങ്കര ചിരിച്ചുകൊണ്ട് ഓർത്തൊരു കാര്യം അത്. എൻ്റെ ചേട്ടൻ എപ്പോഴും പറയുന്ന ഒരു സംഭവമുണ്ട്. പുള്ളി എന്നെക്കാട്ടിലും എക്സ്ട്രീമാണ് ഈ ഒരു കാര്യത്തിൽ. അതായത് ഹോം സിക്നെസ് അല്ലെങ്കിൽ നാടിനോടുള്ള ഭയങ്കര ഒരു അഫിനിറ്റി ഭയങ്കരമായിട്ടുള്ള ഒരാളാണ്. ആ ഏട്ടൻ എപ്പോഴും പറയും എല്ലാവരും പോട്ടെ. അപ്പം ഞാൻ ചോദിക്കും, എന്ത് എല്ലാവരും പോകണം നാട്ടിൽ നിന്ന്, എല്ലാവരും പുറത്ത് പോയി സെറ്റിൽ ചെയ്യണം, UK, അയർലൻഡ്, അങ്ങനെ. എന്നിട്ട് അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഇവിടെ പോപ്പുലേഷൻ ഭയങ്കരമായിട്ട് കുറയുമല്ലോ. അപ്പോൾ കുറച്ച് പേരുടെ കാര്യങ്ങൾ നോക്കിയാൽ മതിയല്ലോ സർക്കാരിനൊക്കെ. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് മെച്ചപ്പെടും, കാര്യങ്ങൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആവും. എന്നിട്ടുമാണ് എനിക്ക് സ്വസ്ഥമായിട്ട് സന്തോഷമായിട്ടൊന്ന് ജീവിക്കാൻ എന്നിട്ട് ഏട്ടൻ പറയും. പക്ഷെ അതേ സമയത്ത് അമ്മ പറയാറുള്ളൊരു കാര്യമുണ്ട്,
നമ്മൾ ഈ വെറുതെ പുറത്തേക്ക് പോകുന്ന കുട്ടികളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. അവരുടെ പാഷൻ്റെ പുറകെ പോട്ടെ. കാലം മാറി. നമ്മുടെ കുട്ടിക്കാലത്ത് നമുക്കൊന്നും അങ്ങനെ പോകാൻ പറ്റിയിട്ടില്ല, ഇവർ പോകുന്നു. അപ്പം അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, അതായത് പാരൻസിന് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാണ്ട് ഒരേ സങ്കടമുള്ള പല വീട്ടിൽ ഒറ്റയ്ക്കായിട്ടുള്ള ആൾക്കാർക്ക് കമ്മ്യൂണിറ്റീസ് ഫോം ചെയ്യാം. അവർക്ക് ഒരു വീട്ടിൽ അവർ ഒരുമിച്ച് കൂടുന്നു, പാട്ടും ബഹളമൊക്കെ ആയിട്ട് അവരിങ്ങനെ ഇരിക്കുന്നു, അവർ ഒരുമിച്ച് ട്രിപ്പുകൾ പോകുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞത് ഏകദേശം അതുപോലെയാണ്. അതായത് ആ ഏജ് ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടിയിട്ട്, അല്ല അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു പോസിറ്റീവ്, എന്താ ഒരു ഹെൽത്തി വേ ആണ്. നമുക്ക് ഇതിനെ ഡിഫെൻഡ് ചെയ്യണമല്ലോ, എപ്പോഴും ഒരു ഡിഫെൻസ് മെക്കാനിസം. പക്ഷെ ഇവിടെ വരുന്നത് എന്താ വെച്ചാൽ ഇമോഷണൽ ആയിട്ടുള്ള പല പേരൻസും പല പേരൻസ് അത് ആക്സെപ്റ്റ് ചെയ്യില്ലല്ലോ, അതവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് അവർ ചിന്തിക്കുന്നത് ഞാൻ എൻ്റെ മക്കളുടെ കൂടെ കിടന്ന് മരിക്കണം, അല്ലെങ്കിൽ മക്കളുടെ കൂടെ ആയിരിക്കുമ്പോൾ ആ വീട്ടിൽ കിടന്ന് മരിക്കണം, അങ്ങനെയാണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ടല്ലോ. എനിക്കത് തോന്നുന്നത് പണ്ടത്തെ ജനറേഷനാണ് അങ്ങനെ ഒരു ഇതുള്ളത്. വീണ്ടും ഞാൻ പറയാണ്, നമ്മുടെ ഒരു ജനറേഷൻ വരുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ പ്രാക്ടിക്കലി ഇതിന് എന്താണ് സൊല്യൂഷൻ, അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയാൽ മേ ബി ഇതൊക്കെ ശരിയാവുമായിരിക്കും. പക്ഷേ എന്നാലും അഡാപ്റ്റബിലിറ്റി രണ്ടു കൂട്ടർക്കും വേണമെന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പൊ അവിടെ പോയി പെർമനന്റ്ലി സെറ്റിൽ ചെയ്യുകയാണെങ്കിൽ എയ്തർ ദേ ഷുഡ് തിങ്ക് ലൈക്ക് പാരന്റ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. മിനിമം എനിക്ക് തോന്നുന്നു അത് കാണിക്കേണ്ട ഒരു മര്യാദയാണെന്ന് എനിക്ക് തോന്നി. അതാണെങ്കിലും മതി, അത് ചെയ്ത് കഴിഞ്ഞാൽ വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇവിടെ ഇവർക്ക് ഈ പറയുന്ന ലോൺലിനെസ് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പ് വരുത്താൻ പറ്റണം. അപ്പം ലെറ്റ്സ് നോട്ട് ബി ക്രിട്ടിക്കൽ, അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം അച്ഛനമ്മമാരുടെ അവസ്ഥയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേസമയത്ത് അച്ഛനമ്മമാർ കുറേയൊക്കെ, അതായത് ഇവരൊന്ന് സെറ്റിൽ ആവുന്നവരെങ്കിലും ഇവരെ ഇത് പറഞ്ഞ് വേദനിപ്പിക്കാതിരിക്കാൻ ശ്രമിച്ചാൽ നല്ലതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആരെ കുറ്റപ്പെടുത്തും അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കും എന്നൊക്കെയുള്ള ഒരു രണ്ടുപേരുടെ ഒപ്പം നിൽക്കണം. അതായത് അച്ഛനമ്മമാർ മനസ്സിലാക്കേണ്ടത് കുട്ടികൾ അവരുടെ ഒരു ഭയങ്കര ഒരു പാഷൻ്റെ പുറകെ പോയിരിക്കുകയാണ്. അവരൊന്ന് സെറ്റിൽ ആവുന്നവരെങ്കിലും നമുക്കൊന്ന് അഡാപ്റ്റ് ചെയ്യാം. മക്കളാണെന്നുണ്ടെങ്കിലും അവിടെ പൊക്കോട്ടെ, കാര്യങ്ങൾ ചെയ്തോട്ടെ, വേണമെങ്കിൽ സെറ്റിൽ ആയിക്കോട്ടെ. ബട്ട് അവരെ ഇങ്ങനെ സ്വപ്നം കാണാൻ പഠിപ്പിച്ചത് ഈ പാരന്റ്സ് ആണ് എന്നുള്ള മറന്നു പോകാതിരിക്കുക. പിന്നെ ഇതിലൊരു കാര്യമുണ്ട്, പേരൻസിനെ മക്കള് തന്നെ നോക്കണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ ഇവിടെ ആ പറയുന്ന കെയർ അവർക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തണം. അതെ അല്ലാതെ ഇപ്പൊ മക്കൾ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ പോലുള്ള സിനിമകൾ ഹിറ്റ് ആവുന്നത് അതുകൊണ്ടാണല്ലോ. അതെ, നമുക്ക് അവരുടെ ഒരു വെൽബീയിങ് നമ്മൾ നോക്കണം, അവരുടെ ഒരു രണ്ട് കൂട്ടർക്കും. ഇപ്പൊ നാട്ടിൽ നിൽക്കുന്ന അച്ഛനമ്മമാർക്കാണെങ്കിലും പുറത്തു പോയി സെറ്റിൽ ചെയ്യുന്ന, ഇപ്പം സുരേഷ് ഗോപി ഒരു സിനിമയിൽ പറയുന്നുണ്ടല്ലോ, യാത്രകൾ കുറേ പോകണം, പക്ഷേ തിരിച്ചു വന്നിട്ട് ഈ വിശേഷങ്ങളൊക്കെ പറയാനും അത് കേൾക്കാനും ഒരാളില്ലെങ്കിൽ പോകുന്ന യാത്രകളിലൊന്നും ഒരു അർത്ഥമില്ല. അപ്പൊ അവിടെ സെറ്റിൽ ആയാലും അവിടെ നമുക്കൊരു ലൈഫ് ഇല്ലാതെ കിടന്ന് ഓടിയിട്ട് കാര്യമില്ല. എനിക്ക് തോന്നുന്നു അതൊരു ഉപദേശം ഒന്നല്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നു കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരോട് പറയാനുള്ള ഒരു റിക്വസ്റ്റ് ആണ്, ചിന്തിക്കണം ഈ ഒരു ഏരിയ. അതായത് അവിടെ പോയിട്ട് നമ്മൾ ഇതൊക്കെ കുറെ പൈസയൊക്കെ ഉണ്ടാക്കി തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫ് ഇല്ലെങ്കിൽ പിന്നെ എന്താ കാര്യം? അപ്പോൾ മേക്ക് ഷുവർ യു ലിവ്. അത് ഇവിടെ ആയിക്കോട്ടെ, യു കെയിലായിക്കോട്ടെ. ഞാൻ എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ വെച്ചിട്ടുള്ളൊരു ബയോയിൽ വെച്ചിട്ടുണ്ട്, ആഫ്റ്റർ ഓൾ വി ഓൾ ആർ വാക്കിംഗ് ഈച്ച് അതർ ഹോം. അതായത് നമുക്ക് ആക്ച്വലി ഞാനത് നമ്മുടെ അനുഷ്ക ശർമ്മയുടെ ബയോയിൽ കണ്ടിട്ട് എടുത്തതാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് വീട് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഞാൻ പുറത്ത് പോയി സെറ്റിലായി, എനിക്ക് തിരിച്ചു പോകുമ്പോൾ എൻ്റെ വീട്ടിൽ ആരെങ്കിലും വേണ്ട, എൻ്റെ പേരൻസ് എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ മക്കൾ എൻ്റെ വീട്ടിലുണ്ടെങ്കിൽ എനിക്കത് വീടാണ്. അതല്ലാതെ അത് അടച്ചിട്ടിട്ടുള്ള ഒരു മുറിയാണെങ്കിൽ അതെനിക്കൊരു വീടല്ല. നമുക്ക് വീട്ടിലേക്കുള്ള വഴി, തിരിച്ചു പോകാനൊരു വീടുണ്ടാവുക, ആ വീട്ടിൽ നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുണ്ടാവുക എന്ന് പറയുന്നത് ഒരു വലിയ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള അതിനുള്ള വഴികൾ നോക്കട്ടെ, അതിനുള്ള വഴികൾ ഉണ്ടാവട്ടെ. എല്ലാവരുടെ സ്വപ്നങ്ങളും പൂവണിയണം, അതങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹേർട്ട് ചെയ്യാതെ, അല്ലെ ആരും ഒറ്റപ്പെടാതിരിക്കട്ടെ. ഇതുപോലെയുള്ള കോൺവെർസേഷൻസ് എല്ലാവരുടെ അടുത്തും എല്ലാ വീടുകളിലൊക്കെ ഉണ്ടാവട്ടെ എന്നൊക്കെ നമുക്ക് ആശംസിക്കാം. നല്ലൊരു ടോപ്പിക്കായിട്ട് നിങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരാം കേട്ടോ. ബൈ.